അവരെന്നെ വിളിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ, അങ്ങനത്തെ സെൻറ്റൻസുകൾ പറഞ്ഞില്ലേ. ഇപ്പോൾ അതിന് നെഗറ്റീവ് ആൻസർ ഇല്ല എന്നുള്ള ആൻസറാണ് വരുന്നതെങ്കിൽ അവരെന്നെ വിളിച്ചിട്ടില്ല. അവരെന്നെ വെറുത്തിട്ടില്ല. അവരെന്നെ വെറുത്തിട്ടില്ല. അതെങ്ങനെയായിരിക്കും? ദേ ഹാവിൻറ്റ് ഹേറ്റഡ് മീ. മറ്റ് സെൻറ്റൻസുകൾക്കുള്ള അതേ നിയമങ്ങൾ തന്നെ ഒരു നോട്ടും കൂടി വരുന്നു. നോട്ട് നമ്മൾ ചുരുക്കി എഴുതി ഹാവിൻ്റെ എന്നായി. ഹാവ് നോട്ടിന് പകരം നീ എന്നെ സ്നേഹിച്ചിട്ടില്ല. യു ഹാവിൻറ്റ് ലവ്ഡ് മീ. യു ഹാവ് നോട്ട് ലവ്ഡ് മീ. നീ എന്നെ സ്നേഹിച്ചിട്ടില്ല. പരാതിയാണ്. നീ നന്നായി പഠിച്ചിട്ടില്ല. നീ നന്നായിട്ട് പഠിച്ചിട്ടില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നന്നായിട്ട് എന്നുള്ളതുകൊണ്ട് വെൽ എന്നുകൂടി അവസാനം വരും. യു ഹാവിൻറ്റ് സ്റ്റഡീഡ് വെൽ. യു ഹാവിൻറ്റ് സ്റ്റഡീഡ് വെൽ. അവൾ മറന്നിട്ടില്ല. അവൾ ഇതുവരെ അതൊന്നും മറന്നിട്ടില്ല. ഷീ ഹാസ് ഇൻ ഫൊഗോട്ടൻ. ഷീ വന്നപ്പോൾ ഹാസ് വന്നു. നോട്ട് ആണെങ്കിലും ഹാസ് വന്നു. ഹാസൻറ്റ് അല്ലെങ്കിൽ ഹാസ് നോട്ട്. അവൾ ഒച്ച വെച്ചിട്ടില്ല. ഒച്ച വെക്കുക എന്നുള്ളത് ഷൗട്ട് എന്ന് പറയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഷീ ഹാസൻറ്റ് ഷൗട്ടഡ്. അവൾ ഒച്ച വെച്ചിട്ടില്ല. അവൻ ബെല്ലടിച്ചിട്ടില്ല. ബെല്ലടിക്കുക, റിങ് ദ ബെൽ. ഹി ഹാസിൻറ്റ് റങ് ദ ബെൽ. റിങ്, റാങ്, റങ് എന്നാണ്. അവൻ കൂർക്കം വലിച്ചിട്ടില്ല. കൂർക്കം വലിക്കുക സ്നോറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹി ഹാസൻറ്റ് സ്നോഡ്. അവൻ കൂർക്കം വലിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കുക, തിങ്ക്. അതിൻ്റെ തോട്ട് വരും. ഐ ഹാവിൻ തോട്ട് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചും കൂടെ ഉള്ളതുകൊണ്ട് ദാറ്റ്. ഐ ഹാവിൻ തോട്ട് അബൌട്ട് ദാറ്റ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക എന്നുള്ളത് പല വാക്കുകൾ ഉപയോഗിക്കും. ഇവിടെ നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. ഐ ഹാവിൻ നോട്ടീസ്ഡ് ഇറ്റ് അല്ലെങ്കിൽ ഐ ഹാവിൻ നോട്ടീസ്ഡ് ദാറ്റ്. ആദ്യത്തെ സെൻറ്റൻസ് അവരെന്നെ വിളിച്ചിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. ദേ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഹാവ് നോട്ട് കോൾഡ് മീ.